ഇവിടെ ഈ കവാടം തകർത്ത്, ഈ മാലകൾ വീഴുന്ന അങ്ങാടിയിൽ തള്ളിയിട്ട്, ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ തകർത്ത്. നീ എന്തേ മനസ്സിലാക്കിയത്? എടാ, നീ ഹലാലിൽ പിറന്നവനല്ല. ഹലാലിൽ നീ ജനിച്ചവനാണെങ്കിൽ, ഒരു ഹലാലായ ഒരു നിക്കാഹിൽ നീ ജനിച്ചവനാണെങ്കിൽ നീ അത് ചെയ്യുകയില്ല. നിനക്ക് തന്തയില്ല എന്നതാണ് സത്യം. എടാ, ഇരുട്ടത്ത് എന്തൊക്കെ ചെയ്യാനാവും? ഈ മൈക്കിലൂടെ പറയുമ്പോഴും ഇത് ലോകത്തൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പേടിച്ചിട്ട് ഞാനിപ്പോ പറയുന്നില്ല. ഇവിടത്തെ APCനെ തകർക്കാൻ നിന്റെ ഞാൻ പറയുന്നത് ഇപ്പൊ അത് മനസ്സിലാക്കിയത്. ഇപ്പൊ ചെറിയ മാലകെട്ട് തള്ളിട്ടാത് കഴിഞ്ഞ് ഈ രാമനാട്ടുകരയിൽ ഒരു സുന്നി പള്ളിയുടെ നേരെ ഒരു സുന്നി പണ്ഡിതൻ എതിരിൽ പ്രസംഗിച്ചു. നോക്കിക്കോളൂ, ഓരോരുത്തരും വളം വെച്ചു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു ആ പള്ളി അതും മസ്ജിദ് സമാണെന്ന് പറഞ്ഞു. ഒരു സുന്നി പണ്ഡിതന്റെ മറ്റൊരു സുന്നി പണ്ഡിതന്റെ പള്ളി. വിദേഹത്തിന്റെ പള്ളിയാണെങ്കിൽ ഇമാം ഷീഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് മസ്ജിദ് ഖുർആനിന്റെ വിധിയാണ്. പക്ഷെ സുന്നി പള്ളിയെ പറ്റിയാണ് പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നിൽക്കാൻ പോയത് എന്തുണ്ടായി? അത് കേട്ട് എന്റെ അടിയിൽപ്പെട്ടൊരു വ്യക്തി വന്ന് എന്തോ ചെയ്തു. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഹൗദ് പള്ളിയുടെ മുകൾ ഭാഗത്താണ്. അവിടുത്തെ മുദരിസായ ഉസ്താദ് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോൾ ഉദ്ഘാടനത്തിന്റെ ദിവസം വെള്ളം ഹൗദിലേക്ക് വിട്ടിട്ടില്ല. ഇതിലേക്ക് ചാടിച്ചിട്ട് നേരെ കൊടുക്കുമ്പോ ഹൗദിക്ക് കൊടുക്കുന്നതിന് മുമ്പ് മുകളിലൊന്ന് പോയി നോക്കാൻ ഔലിയാക്കന്മാർ തോന്നിപ്പിച്ചില്ല. എനിക്കൊന്ന് ചെന്ന് നോക്കുമ്പോ ഏകദേശം ഒരു 5 കിലോ കാട്ടം പൊതിഞ്ഞിട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കോ, ആ വെള്ളം ആകെ ശൂന്യമായി. ഒന്നിനും പറ്റാതെ. ഇതൊക്കെയാണ് മാന്യത. ഒരു കൂട്ടരുടെ പിന്നെ മാല തകർത്തതുകൊണ്ട് ഇവിടെ ആശയം തകർക്കാൻ കഴിയുമോ? ഒരു മനസ്സിലാക്കിയതല്ല. അള്ളാഹു ആ തകർത്ത കയ്യിൽ ശക്തമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ശക്തമായ ശിക്ഷ നൽകുമാറാകട്ടെ. ആ കൈ കൊണ്ട് അവൻ തന്നെ ആ തകർക്കാൻ ആരൊക്കെ ഒരുമിച്ച് കൂട്ടിയോ അവരെ മുഴുവൻ തമ്മിൽ ആ കൈ കൊണ്ട് അതിനെ കുത്തിക്കീറിയതുപോലെ കുത്തിക്കീറുന്നത് കാണാൻ അള്ളാഹു വിധിക്കുമാറാകട്ടെ. അവന്റെ ആ കയ്യിൽ അള്ളാഹു മരിക്കുന്നത് വരെ ബറക്കത്ത് കൊടുക്കാതിരിക്കട്ടെ. അവൻ ആ കൈ കൊണ്ട് എല്ലാ മുസീബത്തിലും അവൻ പെടുമാറാകട്ടെ. അവന്റെ ജീവിതം മുഴുവനും അള്ളാഹു തുറക്കട്ടെ. മുത്തുനബിയുടെ പേര് ഞങ്ങളുടെ ബോർഡിലോ ഞങ്ങളുടെ കൈസിലോ എഴുതിയിട്ടുണ്ടെങ്കിൽ ആത്മീയത കൊണ്ട് എഴുതിയതാണെന്ന് മനസ്സിലാക്കി വെച്ചോ. അതിന് പവറുണ്ട്, അതിനൊക്കെ റസൂലുള്ളാഹി ഞങ്ങളുടെ പിന്തുണയുണ്ട്. അത് മുഴുവൻ നിന്റെ നെഞ്ചിലാണ് അടിയുക എന്ന് നീ മനസ്സിലാക്കിക്കോ. നീ മനസ്സിലാക്കി വെച്ചത് ചെറിയ കേസാണല്ല, അന്റെ കപകമല്ലത്. ഞങ്ങളൊരു ഫ്ലക്സ് വെക്കുകയാണെങ്കിൽ ബിസ്മി എഴുതിയിട്ട് ബിസ്മി എഴുതിയിട്ട് വെക്കുക. ഇതിനൊന്നും തകർക്കുമ്പോഴേ അത് തട്ടുന്നത് വേറെ തെറ്റാണ്. ഈ കാരണം ഇത്ര എനിക്ക് പറയാനുള്ളൂ. നീ ഇവിടെ ജീവിക്കുമല്ലടാ, കാണുന്നത് ഇത്രയാണ് പറയുന്നത്. വഹാബിയാലും വേണ്ടിയില്ല, സുന്നിയാലും വേണ്ടിയില്ല, ഏത് ഇതായാലും വേണ്ടിയില്ല. കാര്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുള്ളൂ.